ഹലോ 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 ബാബു എടാ ഞങ്ങൾ സിറ്റിയിലുണ്ട്. അതുകൊണ്ടാണല്ലോ കോള് വിളിച്ച് കിട്ടിയത്. ഞാനും ബാബു അല്ല, ഞാനും മറ്റേ കിളവനും കൂടെ 700 വേഗം വാ. മഴയിൽ കളിക്കണില്ലേ ബാഗ്? പിള്ളേരെ കളിക്കണമെന്ന് വിചാരിച്ചു മാറി നിന്നടാ. ഓഹോ ഞാൻ പറയുന്നതേലല്ലോ മാറ്റി നിർത്തി. അതങ്ങനെയാണല്ലോ. വാ 700 അല്ലേ? 700 പണ്ട് നമ്മളൊക്കെ ടർഫിന് വെളിയിൽ ഇരുന്ന് ഒരുത്തനുണ്ടായിരുന്നല്ലോ. അതാരായിരിക്കും കളിപ്പിക്കാതെ അടുത്ത ടർഫിൽ കേട്ടാന്ന് പറഞ്ഞ്? മണവാളിനൊക്കെ കഴിവുള്ള പയ്യനല്ലേടാ. നമ്മള് കളിപ്പിക്കാന്ന് പറഞ്ഞ എപ്പോഴും കൂടെ കൊണ്ട് നടക്കുകയും ചെയ്യും, പക്ഷെ കളിപ്പിക്കില്ല. അതാരായിരിക്കും? ഒരു ക്ലൂ കൂടെ തരാം. ബംഗാളിയാണ്. ബാബു ഇറങ്ങണ ഉള്ളത് അങ്ങ് നേരിട്ടങ്ങ് വാങ്ങിച്ചത്. അവനാണെങ്കിൽ കോഴി വെച്ച് ഡിപ്രഷൻ എത്രത്തോളം കൊടുക്കാൻ നോക്കി. ഞാനില്ല ഈ കളിക്ക് ഇല്ല. അവനിപ്പോ വന്ന് സംസാരിച്ചിട്ട് പോകാൻ പറ്റി. എന്നിട്ട് ബോഗസ് വെക്കാൻ പോവാം. 5 മിനിറ്റ് ഗൈസ്, 5 മിനിറ്റ് ഒക്കെ കഴിയും. ഒരു ഫൈറ്റ് ഇനിഷ്യേറ്റീവ് ഒരു 5 മിനിറ്റ് കേൾക്കട്ടെ. എന്തോ കേട്ടോ, എന്നിട്ട് എന്ത് പറഞ്ഞാലും ചിരിക്കല്ലേ. ഓക്കെ, ഞാൻ റെഡിയാ. നീ റെഡിയാണോ? ഞാൻ റെഡിയാണ്. വട്ടത്തിലിട്ട് ഊക്കി താറ്റാ റെഡിയാണോ നീ? ഊക്കി താറ്റാൻ റെഡിയാണ്. നമ്മള് ഞാൻ പറയാം, 2 പേരോടെ വിചാരിച്ചാൽ നടക്കുള്ളൂ. ഒരാൾ മാത്രമായിട്ട് മറ്റേ കൂടെ ഒന്നും കളം മാറിയാൽ നടക്കൂല. മിന്നി, ഞാൻ സീരിയസ് ആയിട്ട് പറയാം, ഞാൻ കളം മാറില്ല. ഞാൻ മിന്നിയാണ്. ഞാൻ തല തൊട്ട് സത്യം ചെയ്യാം. ഓക്കെ, മിന്നിയാണ് സത്യം. ഞാൻ കൂറ് മാറില്ല. നമ്മള് ഞാൻ പറയട്ടെ, നമ്മൾ 2 പേരെ ഉള്ളെങ്കിലും 2 പേരെ ഉള്ളെങ്കിലും വെച്ചാണ് എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ ഇതിപ്പോ അത്ര പോരടെ, നീ ഇപ്പൊ പഴയതൊന്നും ഇല്ലടേ. അതൊക്കെ കഴിഞ്ഞ കാലം നമ്മള് തുടങ്ങിയിട്ടില്ല. അവിടെ ടി വി മോബ് റെഡി ചോദിക്കുന്നേ ഉള്ളൂ. ബോഗ് തളർത്തണേ. അത്രേ ഉള്ളൂ. 5 മിനിറ്റ് കഴിഞ്ഞില്ല ബ്രോ, തുടങ്ങിയിട്ടില്ല. ഇതിനകത്ത് ഇട്ട് റെഡി ചോദിക്കുന്നേ ഉള്ളൂ. ഒരിക്കൽ ചന്ദ്രന്റെ കൂടെ കൂടെ ഓർമ്മ. അയ്യേ, ചന്ദ്രനൊക്കെ ലാസ്റ്റ് മിനിറ്റ് മൂഞ്ചിക്കണവന്മാരാ. ഞാൻ പറയട്ടെ, എന്റെ പോയെ നമ്മള് 2 പേര് വിചാരിച്ചാ മന്നി 2v1 എന്ന് പറഞ്ഞാൽ നമ്മള് അറിയാലോ, നമ്മുടെ കോംബോ അറിയാലോ. നമ്മളെ ഒറ്റയ്ക്ക് നേരിടാൻ പറ്റത്തില്ല. പിന്നെയാണ് നമ്മൾ 2 ഒന്നുകൂടെ ഒരുമിച്ചാല് അവന്റെ കാര്യം ആലോചിക്കുമ്പോ. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ നിന്റെ അടുത്ത്. ഒരുപാട് വല്ലപ്പോഴും അല്ല വരുന്നുള്ളൂ. കോഴിയുടെ പരിപാടികളൊക്കെ ഉള്ളത് കൊണ്ട് അവന് വല്ലപ്പോഴും വരുന്നുള്ളൂ. ആ വരുന്ന സമയത്ത് കുറച്ച് ഒരുപാട് മാനസിക വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കരുത് കേട്ടാ. അത് നോക്കണം. നമ്മൾ ആ ഒരു കാര്യത്തിൽ ഒരു കൺസിഡറേഷൻ അവന് കൊടുക്കണം. വെന്നി സംസാരിച്ചോ, ഞാൻ കൂടെ ഉണ്ടാവും. സംസാരിക്കാം, ഒരു പ്രശ്നമില്ല. ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. കോഴി വന്നെന്ന് തോന്നുന്നു, സ്റ്റോക്ക് വന്ന് അതേപോലെ പോയെന്ന് തോന്നുന്നു കേട്ടാ. ഇത് നമുക്ക് എല്ലാവർക്കും കാണിക്കൂ. ബാബു കൊണ്ടാത്തൊന്നുമല്ല ബാബു, നമ്മള് മാറിക്കൊടുത്താളാ. നമ്മള് 2 പേരും മാറിക്കൊടുത്താടാ. പിള്ളേര് കളിക്കട്ടെ, പിള്ളേർക്ക് നമ്മളെ കൂടെ വന്നിട്ട് ആദ്യം ആഴ്ച കളിച്ചല്ലേ, പിന്നെ ഇല്ലായിരുന്നല്ലേ? ഇല്ല, ഞാൻ എപ്പോഴും മാറി കൊടുത്തടാ. പുതിയ പിള്ളേർ കോള് വരുന്ന എന്റെ കൈ തട്ടി. ഞാൻ ചെയ്യുള്ളൂ. വാസണ്ണ വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, അത്രേ ഉള്ളൂ അല്ലേ വാസണ്ണ? അതെ. എങ്ങനെ പോണു? ഗുഡ് അല്ലേ?
ബാബു ഒന്നങ്ങ് ഇതാ കൊഴുത്തല്ലേ. ഇന്ന് ഞാൻ വൈകിട്ട് ഒരു ലോഡ് BM-ലാണ് അടിച്ചത് വൈ സീരീസില്. നീ എന്റെ വണ്ടിയിലാണോ ഇന്ന് കോഴിയെ കൊണ്ടുപോയത്? നീ തന്നാ തീട്ടക്കാറിൽ ഇരുന്നത് എന്റെ അതിനകത്ത് കോഴിക്കാട്ടത്തിന്റെ മഴ കൊണ്ട് ഇരിക്കാൻ പറ്റൂല. നീ ഞാൻ കോഴി അടിക്കുന്ന വണ്ടി ഒരാൾ കൊണ്ടുപോകുമ്പോ പകരം പിന്നെ എനിക്ക് വേറെ ഏത് വണ്ടി? ഈ പട്ടിയുടെ കൊള്ളാൻ നല്ല പുള്ളിങ് ഉണ്ട്. ലോഡ് കയറും. എനിക്ക് തോന്നുന്നു ഇനി ബാഗിൽ 2 ജീറ്റ് മാറ്റി കഴിഞ്ഞ് 2 പെട്ടി എക്സ്ട്രാ കയറും. മൈലേജ് കുറവാനേട്ടാ, സത്യം പറയാൻ ഇഷ്ടമാണ്, കുഴപ്പമില്ല. മൈലേജ് എത്ര ഉണ്ട് ബാബു BM-ന്? മൈലേജ് 8 16 ഇട്ടുണ്ടായിരുന്നു ഞാൻ ഓടിച്ചപ്പോ. നീ അത് സ്പോർട്സ് പ്ലസ് ഇട്ടിരിക്കടാ. അല്ല സ്പോർട്സ് പ്ലസ് ഒന്നും അല്ല, ലോഡ് ഉണ്ടായിരുന്നു അത്യാവശ്യം 150 കിലോ. നമുക്ക് ടർഫ് അനലൈസ് ചെയ്യണ്ടേ? നമ്മള് അനലൈസ് ചെയ്യണ്ടേ? നമുക്ക് അതിനനുസരിച്ച് ചേഞ്ചസ് വരുത്തണം. ഓ ബാബുവിന് പറഞ്ഞാൽ അത് മനസ്സിലാവത്തില്ല, കാരണം ആള് പണ്ടോട്ടേ ഇല്ലല്ലോ. നിങ്ങളെ രണ്ടുപേരും തമ്മിലുള്ള അനൽ കേസ് എനിക്കറിയില്ല. നിങ്ങൾ ഡീൽ ചെയ്യണല്ലേ? അല്ല, നീ പണ്ട് തൊട്ടേ ബോഗും ടർഫും ഒന്നും കളിക്കാത്തോണ്ട് നിനക്ക് അതിനെ പറ്റി അറിയത്തില്ലായിരിക്കും. നമ്മള് അങ്ങനെയല്ലോ. നമ്മളില്ല ഏതെങ്കിലും ഒന്നില് കോൺസെൻട്രേറ്റ് ചെയ്താൽ പോരെ. അവിടെയും ഇല്ല ഇവിടെയും ഇല്ല, ഒരു ഗുണവും ഇല്ലാതെ നിൽക്കുന്നതിനെക്കാട്ടി നല്ലതേ എന്തെങ്കിലും ഒന്നില്. മെന്നി സംസാരിക്കാത്തെന്താ? അല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞാ ബാബു, നീ കാണാതെ പോണ നമ്മളെ വലിയ മനസ്സിനെയാണ് നീ പറയണ. നമ്മള് രണ്ടുപേരും പുതിയ 2 പിള്ളേർ വന്നപ്പോ അങ്ങ് മാറിക്കൊടുത്താ. നമ്മള് അറിയാതാ, പിന്നെ അവര് കളിക്കട്ടെന്ന് വെച്ചാൽ എല്ലാരെയും കൂടെ ഒന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് മാറി കൊടുക്കാനെങ്കിലും പറ്റുമല്ലോ, നിനക്ക് അത് പറ്റൂലല്ലോ. ഇല്ല കുഴപ്പമില്ല. നമ്മൾ പറഞ്ഞില്ലേ ആദ്യമേ നമ്മളെ ഒഴിവാക്കുന്നതിന് മുന്നേ അങ്ങ് മാറി നിന്ന്, മനസ്സിലില്ലേ? ഈ ഒഴിവാക്കുമ്പോ ഒരു വിഷമം ഉണ്ടാവും. ഈ ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങി കുളിച്ച് കളിക്കാൻ വേണ്ടി വന്നിട്ട് തോക്കൊക്കെ ഉടച്ച് വെച്ചിട്ട് കുഴപ്പമില്ല. ഇനി ഉണ്ട പിറക്കാൻ നിൽക്കാനാ ഞാൻ കുറച്ച് അതുപോലെ. എനിക്ക് ബോഗിന്റെ സമയം ഭയങ്കര ചൂട്. ഞാൻ പാന്റും താഴേന്നും ചൂട് മേളിന്നും ചൂട്. ഞാൻ പാന്റ് പോരിയാണ്. എന്റെ കാര്യം ഇതിൽ നല്ല ഏരിയുണ്ട്. ഞാൻ ഇത് കൊണ്ട് വെച്ചിട്ട് വരട്ടെ. ഇല്ല മള്ളി ഇത് പേടിക്കണ്ട, ഇത് എടുത്തോണ്ട് AC പോണ കാറല്ല ബാബാ. ഡേ വേണ്ടത് വണ്ടി അടിച്ചല്ലോ ബാബു. ബാബു ചുമ്മാ ഡമാശക്ക് പറഞ്ഞ മനസ്സിൽ വെക്കില്ലേ? അതൊക്കെ ഈ വയസ്സായവർക്കാണ് ഈ പറഞ്ഞ പോലെ. ഞാൻ റേഡിയോ കയറി പിള്ളേരെ ഒന്ന് അഭിനന്ദിക്കട്ടെ. ഗൈസ് വെൽ പ്ലേഡ്. ഒരു രക്ഷയില്ല, കിടലം മയത്തിലൊക്കെ അടിയടാ. എന്ത് അടിയാ അടിക്കണേ? ഹോ, കണ്ടു നിന്ന് എന്റെ വെള്ളം പോയിട്ടാ. എനിക്കൊന്നും തരണം കേട്ടോ. ആരും മൈൻഡ് പോലും ചെയ്തില്ലടാ. എല്ലാരും വെൽ പ്ലേഡാ. PL ഉള്ളതുകൊണ്ട് കേക്കാത്തതാണോ? PL ആണെന്ന് വിശ്വസിച്ചോളാം ഞാൻ. ഒരു വട്ടം കൂടെ പറഞ്ഞു ഇനി പറയാൻ പറ്റില്ല. മൈൻഡില്ല എനിക്ക്. ഇപ്പൊ എല്ലാവർക്കും ചന്ദ്രനെ മതി മുരളി. മുരളി തലയ്ക്കിട്ട് വെച്ച് മിക്കവാറും മുരളി ഇരിക്കുന്നിടത്ത് അവൻ കയറിയിരിക്കും. ഉടനെ വലിയ താമസമില്ല മുരളി. സത്യമാണ്. ഇപ്പൊ ചന്ദ്രൻ അഭിനന്ദിച്ചാൽ മാത്രം എല്ലാരും തിരിച്ച് ചാൻസ് പറയുന്നേ. ചന്ദ്രന് മാത്രം ഗ്രൈൻഡ് ചെയ്യണ പൈസ കൊടുക്കുന്നേ. ചന്ദ്രൻ പറയുന്ന മാത്രം കേൾക്കുന്നേ. ബാസു അങ്ങനെ ചോദിക്കുന്നവന്മാര് ഒരു ഗ്യാങ്ങിലുണ്ട് ഇപ്പൊ. അതാരാ? അതെ, ഒരു പയ്യുണ്ട്, എനിക്കറിയാം. വലിയ പറഞ്ഞ പ്രശ്നമാവും. നിനക്ക് കോഹ്ലിയുടെ ആവാത്തതിൽ നല്ല വിഷമമുണ്ടല്ലേ നിനക്ക്? പിന്നെ വരാത്ത ഞാൻ കോഹ്ലിയായിട്ട് എന്ത് ചെയ്യാൻ? നീ ആദ്യം കോഴിക്കടയൊന്ന് ഡീൽ ചെയ്യുന്നത്, എന്നിട്ട് വേണം നിനക്ക് നമ്മള് ഞാനൊരു നല്ലൊരു സ്ഥാനം നോക്കി വെച്ചിട്ടുണ്ട് നിനക്ക്. ഞാനൊരു ദാനമോഗിയല്ല മുരളി. എനിക്ക് ആകെ ഉള്ളത് എന്റെ മുരളിയുടെ ദാനം. അത് പേരാര് കൊണ്ടുപോകാൻ നോക്കണം. അതങ്ങനെ പോകത്തില്ല എന്തായാലും, മനസ്സിലായോ? അത് മതി. എനിക്ക് പക്ഷെ ഞാൻ കാലദേശം പോണത് എനിക്ക് പ്രശ്നമില്ല. റെഡിയാണ്. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കണം. എനിക്കൊരു കാര്യം അറിയാനുള്ളത് ഞാൻ പറയാൻ വേണ്ടി. നീ ഒന്ന് ആക്റ്റീവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാ ഞാൻ നിനക്കൊരു നല്ല സ്ഥാനം നോക്കി വെച്ചിട്ടുണ്ട്. ടിവിക്ക് വെളിയിലായിരിക്കും. അല്ല, ടിവിക്ക് അകത്ത് തന്നെ നല്ലൊരു സ്ഥാനം നോക്കി വെച്ചിട്ടുണ്ട് ഞാൻ നിനക്ക്. സത്യമായിട്ട്
ഡ്രസ് മുരളി വേറെ ബോഗ് കളിക്കാൻ പോയിന്ന് പറഞ്ഞാൽ ചോദിച്ചാ വാസണ്ണ ജട്ടി ജട്ടിയില്ല. നമ്മുടെ 3 പേരായിട്ട് വേറെ ബോഗിന് പോയെന്ന് പറഞ്ഞാല് നമ്മൾ പോകുക വെളിയിൽ നിന്ന് അനലൈസ് ചെയ്യുന്നവരല്ലേ. ടൈമിംഗ് ഒരു 10 സെക്കൻഡ് കൊണ്ട് കുറച്ച് തീർക്കായിരുന്നു പറഞ്ഞു. ചന്ദ്രൻ ചന്ദ്രൻ ചന്ദ്രനും ഇനി ബാബു തന്നെ പപ്പടത്തിനെ മാറ്റി നിർത്തും. നിന്നെ മാത്രമായിട്ട് ഒഴിവാക്കിയത് നീ വരണം. ബോഗ് കണ്ടിരുന്നു. നൈസ്, നല്ല നല്ല പെർഫോമൻസ്. ടീമിന്റെ പെർഫോമൻസ് ഒക്കെ കൊള്ളാം. 3 മിനിറ്റ് തീർത്ത് കൊള്ളാം ബോഗിന്റെ പെർഫോമൻസ്. ഒരു മിനിറ്റ് ചന്ദ്ര, ഒരു മിനിറ്റ് മിന്നിയും ബാബു നിന്ന്. ഞാനൊരു ലീഡറിന്റെ വെയിറ്റ് ഇട്ട് നിൽക്കത്തുള്ളൂ. അപ്പോൾ ഒരു ഇടയ്ക്ക് ആ ഒരു തീഷ്ണത ഫീൽ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ബിഹേവ് ചെയ്യണം കേട്ടോ. നോക്കണം കേട്ടോ. ഇതൊന്നും നോക്കി നടത്താൻ പറ്റാത്തോണ്ടല്ല ഏൽപ്പിച്ചത്. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് പല കാര്യങ്ങളും ഏൽപ്പിച്ചിരിക്കുന്നത്. മനസ്സിലായോ ചന്ദ്രൻ? പിന്നെ നിന്റെ അടുത്തല്ല ഞാൻ പിന്നെ എനിക്ക് തലയ്ക്ക് ഓളം വല്ലതും ഉണ്ടോ മറ്റേ മാനത്തോക്കി സംസാരിക്കാൻ? എനിക്കൊരു എടാ ചന്ദ്ര ഒരു ഗണ്ണുണ്ടോ കയ്യില്? അല്ല എനിക്കൊരു ഗണ്ണ് മേടിച്ചു തരണം. എനിക്ക് എന്റെ 50 ലക്ഷം ബ്ലാക്ക് ഉണ്ട്. ഞാൻ തരാം. എനിക്കൊരു ഗണ്ണ് വേണം. അടി പറഞ്ഞേ. 412 കിട്ടിയോ? കിട്ടിയോ ചന്ദ്രൻ? ഒരു ആണോ വന്നത്? സോറി ഒരു മിനിറ്റ്. ഇല്ല അങ്ങനെ ഒന്നും വേണ്ട. 412 തന്നിട്ടുണ്ട്. നോക്ക്. അങ്ങനെ ലീഡറാണെന്ന് ലീഡറിന് മാത്രം അങ്ങനെ സെപ്പറേറ്റ് നിയമം അങ്ങനെ ഒന്നുമില്ല. ഞാൻ ഗ്രൈൻഡ് ചെയ്ത് ഫണ്ട് വരുമ്പോ തന്നാ മതി എനിക്ക്. ഇതൊക്കെ ഇവിടുത്തെ ഏറാമൂളികൾ കണ്ടുപഠിക്കണം. പിന്നെ അടുത്ത ബോഗിന്റെ ലൈനപ്പ് ഇല്ലേ? അടുത്ത ബോഗിന്റെ ലൈനപ്പ് അപ്ഡേറ്റ് ചെയ്ത് തരാം. ഞാന് ബാബു, മിന്നി, പിത്തൽജി, ബുള്ളറ്റ്, ജോക്കി, പിന്നെ വേറെ ആയിരുന്നു കീരിക്കടൻ, നീഗൻ, മണവാളൻ, മണവാളൻ. ഒരാളുടെ വേണമല്ലോടാ. നീ കളിക്കണ്ട. നീ അടുത്ത് പോയി കളിക്കണ്ട ചന്ദ്രൻ. ഞങ്ങള് സീനിയർ ആൾക്കാരാണ്. ആളിപ്പോ ഗൺ പവർ ഭയങ്കര വീക്കാണ് പുള്ളിയുടെ. സരക്കിന് ഗൺ പവർ വീക്കാണ് കേട്ടാ. അപ്പൊ അത് വേണ്ട. ബോബിനെ കൂടെ നമുക്ക് അറ്റാക്കിങ് മതി അല്ലേ വാസണ്ണ? നമ്മുടെ അടുത്ത ബോൾ കളിക്കുന്ന നമ്മുടെ ടീമിലെ ലെഗസി ലൈനപ്പാണ്. ബാബു ഞാൻ ചന്ദ്രൻ പറഞ്ഞെന്തിനറിയാവോ? മലയാളി 50 ലക്ഷം തന്നെ വായിൽ കൂടെ ഉണ്ടായിരുന്നു നോക്കട്ടെ. ഇങ്ങനെയാണ് പൈസ ഉണ്ട്. ഒരു ഗ്യാങ് ലീഡർ വരുമ്പോൾ ഒരു ഡയലോഗ് ഇങ്ങനെയാണ് അടിക്കേണ്ടത്. വായിൽ പൂടുണ്ടായിരുന്നു മലയാളി നോക്കണമെന്ന് അവന്. ഞാൻ ശരിക്കും റിഗ്രറ്റ് ചെയ്യുന്നുണ്ടടാ. ഞാൻ അന്ന് ഉണ്ടല്ലോ, അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോഹ്ലിയുടെ സജഷൻ വന്നതിൽ 2 പേരായിരുന്നു കേട്ടാ. ഒന്ന് ചന്ദ്രനും പിന്നെ ആരായിരിക്കും ഇനി ഊഹിക്കാലോ? ഞാൻ തന്നെ. പറഞ്ഞോടാ. ഓഹോ ഞാൻ തന്നെ ആയിരിക്കില്ല അണ്ണാ. കൊഴപ്പൊന്നുമില്ലല്ലോ. ആർക്കാ? എനിക്കോ? ഹെൽമെറ്റ് ഒന്നും ഊരിയേ. ഗ്ലാസ്
അണ്ണാ ആ നിക്കറിൽ വായില് കൂടാ അതൊന്നുമില്ല. വയലിറന്നിട്ട് അച്ഛൻ്റെ കൂടെയാ ആ, അണ്ണാ ഓ 50 ലക്ഷം ഇങ്ങനെ അണ്ണാ. ഗ്രൈൻഡ് ചെയ്ത് ഓ ഓക്കെ 4-5 ദിവസം ഇവിടെ വന്നില്ല, നിന്നെ വിളിച്ചില്ലെന്ന് വിചാരിച്ചു ഞാൻ ഇവിടെ ഇല്ലെന്നാണോ വിചാരിച്ചത് നീയൊക്കെ? നമ്മള് രണ്ടും വണ്ടിയും ട്രക്കും ആയിട്ട് കാട്ടിലായിരുന്നു. കാട്ടിലൊന്നും മനസ്സിലായി. ബാബു വരും കാര്യമില്ല, കുട്ടിക്കാലം ബാബു കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് കേട്ടോ. നമുക്ക് അർജന്റായിട്ട് ചില അപ്ഡേഷൻസ് ഒക്കെ വരുന്നതാണ് ടി വിയിൽ. കുറച്ച് ലേറ്റ് ആയി ഇപ്പോ. കുറച്ച് ലേറ്റ് ആയി പോയി ആക്ച്വലി. പിന്നെ ഗ്യാങ് ഫണ്ട് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടായാലും ഇല്ല അവസാനം ഇല്ലല്ലോ ഗാങ്ഫണ്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെ സെക്കൻഡ്. അത് എന്നെ തന്നെ ഏൽപ്പിക്കണം, മനസ്സിലായല്ലോ? ഓ അണ്ണാ ഉറപ്പ്. ആ ഓക്കെ 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 ഓക്കെ. അച്ഛൻ നോക്കിയിരിക്കണം കട്ടിലെടുക്കാൻ പറ്റിയ പറഞ്ഞ ചന്ദ്ര കട്ടിലത്തെ 2 പല്ലോടെ പോയി. നിന്റെ അച്ഛന്റെ വായിൽ കൊണ്ടുവച്ച് നിനക്ക് എന്താ കാര്യം? ചന്ദ്രൻ വന്നേ. ഇങ്ങോട്ട് വന്നേ. വലിയ പ്രശ്നമാണ് കേട്ടോ ഇതെനിക്ക്. ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ വിളിച്ചോണ്ട് പോയി എന്തിനാന്നറിയാവോ? എന്തിന്? നമ്മളെ തൊലയ്ക്കാം. അതെ അത് തന്നെയാണ് അവന്മാരുടെ ഉദ്ദേശം. ഇപ്പൊ തിരിച്ചു വരും. നമ്മളില്ലാതാണ് പൊതുവെ RDC വന്നിരിക്കണം. നമ്മള് മിക്കവാറും വെടി ഓക്കെ വാ തിരിച്ചു വെക്കാം. നടന്ന് സ്ലോ മോഷൻ വെടി ഇറങ്ങി. ഞാനൊരു കാര്യം പറയട്ടെ. അല്ല ഞാൻ നിന്റെ ഒരു കാര്യം വെച്ചിട്ടെ, മുമ്പേ അവൻ വലിയ മെസ്സൊക്കെ അടിച്ചപ്പോ നീ എന്താ വാ തുറക്കാഞ്ഞേ? എന്തിനൊന്നും പറയാത്തത്? വാസുവെണ്ണം പറഞ്ഞിട്ട് കൂടെ പിടിക്കാന്ന് വെച്ചാ വാസുവെണ്ണം എന്തിനൊന്നും പറയാത്തത്? അവൻ പറഞ്ഞതൊക്കെ കിടന്ന കൗണ്ടർ ആയിട്ട് ഞാൻ വാ പൊത്തിയിരുന്ന് ചിരിക്കണായിരുന്നു. നിനക്ക് ഫീൽ ഞാൻ കേട്ട് എന്റെ മനസ്സല്ലാതെ പോയി. ഇജാന് സത്യമൊക്കെ പറയുമ്പോ ഞാൻ എങ്ങനെയാണ് പറ്റിയത്? ഞാൻ കരഞ്ഞേ ഉള്ളൂ.